മോഹിനീശ്വരി ദേവിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങാൻ പോകും. ഇന്റർവ്യൂ അവസാനിച്ചിരിക്കും. ഫസ്റ്റ് പടം തിയേറ്ററിൽ ഫ്ലോപ്പ് ആയത് നന്നായി എന്ന് തോന്നുന്നു. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നു? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഭരതനാട്യം ആദ്യം കണ്ടപ്പോ നമുക്ക് വേറെ ജോണറാണ്. മോഹിനിയാട്ടം ഉള്ളിലേക്ക് നിങ്ങൾ ജോണർ മാറ്റി. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ജോണറാണ് ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. ഭരതനാട്യം എന്നുള്ള ടൈറ്റിൽ നമുക്ക് ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈറ്റിൽ അങ്ങനെ ആയതുകൊണ്ടാണ് കയറാതിരുന്നത്. എനിക്കിപ്പോഴും മനസ്സിലായില്ല ഞാൻ സൈജുചേട്ടനെ വെച്ചിട്ട് എന്തിനാണ് ക്ലാസിക്കൽ ഡാൻസ് സിനിമ ചെയ്യണേ എന്നുള്ളൊരു പിടി എനിക്ക് കിട്ടുന്നില്ല. സുരാജേട്ടനോട് എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഒരു വില്ലൻ ഷെയ്ഡും ഉണ്ട്, എന്നാൽ ഇയാൾക്കൊരു ഹ്യൂമർ ഷെയ്ഡും ഉണ്ട്. ഈ രണ്ടും കൂടി ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ട് പോവുക എന്ന് പറയുന്നത് ഈസി ടാസ്ക് അല്ല. പുള്ളിയുടെ പെർഫോമൻസിൽ കുറെ കയറിയിട്ടുണ്ട്. അത്രയൊന്നും നമ്മൾ പോലും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെ അതെ അതെ. ഭരതനാട്യം തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നില്ലെങ്കിൽ ഈ മോഹിനിയാട്ടം എടുക്കില്ലായിരുന്നു. അവിടെ അത് തിയേറ്ററിൽ വർക്ക് ആയില്ലല്ലോ എന്നുള്ളത് നമ്മുടെ സങ്കടം ഉണ്ടായിരുന്നത്. പിന്നെ OTT നമുക്ക് ഭയങ്കര ബൂം കിട്ടി. തിയേറ്ററിൽ മിസ്സായി പോയത് വീണ്ടും ഒന്ന് വർക്ക് ചെയ്ത് നോക്കാന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള ഒരു ട്രൈ ആണ്. വന്ന് ഹിറ്റ് ആയെങ്കിൽ അതവിടെ നിന്നേനല്ലോ. ഈ സുരാജേന്റെ ക്യാരക്ടറെ കാണാനില്ലാതെ അതൊക്കെ നിങ്ങളുടെ ഐഡിയ ആണോ? എന്റെ തന്നെയാ. പിന്നല്ലാണ്ട് ഇതൊക്കെ നമ്മുടെ ഐഡിയ. പിന്നെ ഇത് ആര് ചെയ്യാനാ? പണം ചെയ്ത് ഇവിടെ വന്നിട്ട് ഇതൊക്കെ നിങ്ങൾ തന്നെയാണോ ചെയ്യുന്നത്? മോഹിനീശ്വരി ദേവിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങാൻ പോണ്. നമ്മുടെ കൂടെ മോഹിനിയാട്ട സിനിമയുടെ ഡയറക്ടറാണുള്ളത് കൃഷ്ണദാസ്. വെൽക്കം ടു ക്ലബ് FM. മോഹിനീശ്വരി ദേവി എങ്ങനെയുണ്ട്? എങ്ങനെ പോകുന്നു ദേവിനോട് പ്രാർത്ഥിച്ചിട്ട്? മോഹിനീശ്വരി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നല്ലപോലെ മുന്നോട്ട് പോകുന്നുണ്ട്. സോ ഹാപ്പി. കാരണം ആദ്യത്തെ മൂവി ഭരതനാട്യമായിരുന്നു, പിന്നെ മോഹിനിയാട്ടം, ഭരതനാട്യം 2. എങ്ങനെയുണ്ട് ഇപ്പം ഇത്രയും ആൾക്കാർ ഈ പറഞ്ഞ ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞിട്ട് ഒരു പടം എടുക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയുണ്ട്? എടുത്തിട്ട് അത് വർക്കായിട്ട് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഭയങ്കര സന്തോഷമുള്ളതാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ എഡിറ്റേഴ്സിൻ്റെ അടുത്തും ADസിൻ്റെ അടുത്തൊക്കെ റിലീസിന് തൊട്ട് മുന്നേ, റിലീസിന് തൊട്ട് മുന്നേ എന്നല്ല, ഷോ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ വരെ പണ്ടത് നമ്മുടെ കയ്യിൽ മാത്രം ഇരുന്ന സാധനം ഇപ്പോൾ ആൾക്കാരിലോട്ട് പോവുകയാണ്. ഇതൊക്കെ നമ്മുടെ ജഡ്ജ്മെൻറ്റിലാണ് ഇതൊക്കെ കറക്റ്റായിട്ടിരിക്കുന്നത്, എന്താവുന്നുള്ളത് ഇനി അകത്ത് കയറി കാണാം എന്ന് പറഞ്ഞിട്ട് തന്നെ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വർക്കൗട്ട് ആവും എന്ന് തന്നെയായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നത്. അത് അതേപടി അവിടെ കിട്ടി. ഭരതനാട്യം ആദ്യം കണ്ടപ്പോൾ നമുക്ക് വേറെ ജോണറായിരുന്നു. മോഹിനിയാട്ടം ഉള്ളിലേക്ക് നിങ്ങൾ ജോണർ മാറ്റി. അത് ശരിക്കും നിങ്ങൾ അങ്ങനെ തന്നെ മാറ്റി നമുക്ക് ഇങ്ങനെ ഒരു ജോണർ എടുക്കുക, ആ രീതിയിൽ തന്നെ പോയതാണ്. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ജോണറാണ് ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് ഭരതനാട്യം കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി അങ്ങനത്തെ ഒരു ജോണറിലായിരുന്നു. അതിനിടയിലാണ് ഇതുപോലൊരു സാധ്യത എന്തെങ്കിലും ഉണ്ടോയെന്ന് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ചോദിച്ചത്. സൈജുവേട്ടനും തോമസ് ചേട്ടനും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഭരതനാട്യത്തിനൊരു സീക്വൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ അത് വേണ്ടിവരില്ല എന്നാണ് ഞാനും പറഞ്ഞത്. കാരണം ഡിമാൻഡ് ഒന്നുമില്ലല്ലോ. നമ്മുടെ സിനിമ OTTയിൽ വർക്കായി, തിയേറ്ററിൽ വർക്കാവാതെ പോയി OTTയിൽ വർക്കായി, ഹാപ്പി. അത് അവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാവുന്നതേ ഉള്ളൂ. വെറുതെ നമ്മൾ പിന്നെ അതേ പിടിച്ച് തൂങ്ങി ഒരു ആവേശപ്പുറത്തൊക്കെ സീക്വലൊക്കെ ചെയ്യാൻ പോയി കിട്ടിയ നല്ല പേര് വഴി പോവും. അപ്പോൾ അതിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ അപ്പോഴും തോമസ് ചേട്ടനായിരുന്നു നിർബന്ധം ഉണ്ടായിരുന്നത്. നമ്മുടെ പ്രൊഡ്യൂസർ ഒന്ന് ചിന്തിച്ച് നോക്കുക, നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഭരതനാട്യത്തിന് തന്നെ സീക്വലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കും, ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഒരു ഫാമിലി ഡാർക്ക് ഹ്യൂമർ പരിപാടി ചെയ്യണമെന്നും ഒരാഗ്രഹം ഉള്ളതാണ്. അപ്പോൾ ഞാൻ അതിൽ ആ ഫാമിലി നമ്മുടെ ഫാമിലി അങ്ങ് ആക്കാം എന്ന് തീരുമാനിച്ച് പിന്നെ കുറച്ച് സീക്വൻസുകൾ എൻ്റെ കയ്യിൽ നമ്മളപ്പോഴേക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കേൾപ്പിച്ച് കൊടുത്ത് നോക്കി. ഇത്തരം പരിപാടികളായിരിക്കും, ഭരതനാട്യം പോലെ ആയിരിക്കില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഞാനുണ്ട്, പിന്നെ കോറൈറ്ററായിട്ട് വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ സുഹൃത്തുകൂടെ ഉണ്ട്. അപ്പോൾ ഞാനും വിഷ്ണു കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സീക്വൻസുകൾ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് വെച്ചിട്ടാണ് ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞത് ഈ സാധനം വെച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ വിഷ്ണുവിൻ്റെയും കോൺട്രിബ്യൂഷൻസ് വരാൻ തുടങ്ങി. അപ്പോൾ ഭരതനാട്യം തന്നെ പോലെ തന്നെ ചെയ്യാനാണെങ്കിൽ കാര്യമില്ല, കാരണം ഒരു വട്ടം നമ്മൾ ചെയ്തതല്ലേ, പിന്നെ ഇതിൽ വർക്ക് ചെയ്യാൻ നമുക്കും ഒരു കിക്ക് ഉണ്ടാവില്ല. പിന്നെ അതേപടി തന്നെ OTTയിൽ വർക്കായ അതേപോലത്തെ സാധനം വീണ്ടും തിയേറ്ററിലോട്ടേക്ക് വർക്കുക എന്ന് പറഞ്ഞ പോലെയാവും. അപ്പോൾ സോ നമ്മൾ മാറ്റിപ്പിടിക്കാം എന്ന് പറഞ്ഞ് ഈ സീക്വൻസുകളൊക്കെ ഒന്ന് പോയി പറഞ്ഞു കൊടുത്ത് നോക്കിയപ്പോൾ തോമസ് ചേട്ടന് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ പിന്നെ ഇതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ കടന്നു. വേറെ സംഭവം കേട്ടത് ഭരതനാട്യം ഈ പറഞ്ഞ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നില്ലെങ്കിൽ ഈ മോഹിനിയാട്ടം എടുക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. എടുക്കില്ലായിരുന്നു. അല്ല, അവിടെ അത് തിയേറ്ററിൽ വർക്കായില്ലല്ലോ എന്നുള്ളത് നമ്മുടെ സങ്കടം ഉണ്ടായിരുന്നത്. പിന്നെ OTTയിൽ നമുക്ക് ഭയങ്കര ഒരു ബൂം കിട്ടി. അപ്പോൾ നമുക്കൊന്ന് ഒരു വട്ടം കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ആ ഒരു ട്രൈ ആണ്. അന്ന് തിയേറ്ററിൽ മിസ്സായി പോയത് വീണ്ടും ഒന്ന്
വർക്ക് ചെയ്ത് നോക്കാമെന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള ഒരു ട്രൈ ആണ് വന്ന് ഹിറ്റ് എങ്കിൽ അതവിടെ നിന്നേനല്ലോ. ഓക്കെ, ഇതിലിപ്പോൾ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഹുക്കിംഗ് അവിടെ കുറേ കോമഡി സീൻ ഉണ്ട് ഇങ്ങനെ ഇടക്കിടക്കിടക്കിടക്കിടക്ക്. അതിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷനൊക്കെ എങ്ങനെയാണ്? സ്ക്രിപ്റ്റിൽ അത് നമ്മൾ റൈറ്റിങ്ങിൽ വരുന്നതാണ്. കുറേയൊക്കെ റൈറ്റിങ്ങിൽ വരുന്നത് തന്നെയാണ്. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ആർട്ടിസ്റ്റുകളായിട്ടുള്ള അവിടെയുള്ള ഇപ്പോൾ സിനിമ കണ്ട നമുക്കതിലൊരു ദശരഥം റെഫറൻസ് പരിപാടി ഉണ്ടായിരുന്നു. അത് സൈജു ചേട്ടനും പിന്നെ അഭിരാം ചേട്ടനും ആ ഷോട്ടിന് മുന്നേ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികൾ. പിന്നെ സ്വാതിയും അഭിരാം ചേട്ടനും കൂടിയിട്ടൊരു പ്ലേ സെറ്റ് ചെയ്ത് ഒരു കനറ്റിങ്ങരയിലൊരു സീനുണ്ട്. അപ്പോൾ അവിടെ ഒരു പുഴയുണ്ട് എന്നൊക്കെ പറയുന്നത് കുളിക്കാം പറഞ്ഞു. അത് ആ പ്ലേ അവർ ഷോട്ടിന് മുന്നേ സെറ്റ് ചെയ്തത്. അപ്പം അങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഞാനൊരു ബൗണ്ടറി സെറ്റ് ചെയ്യും. ഇത്തരം തമാശകൾ മതി നമ്മുടെ പടത്തിനകത്ത്, അതിനപ്പുറത്തോട്ടേക്കുള്ളത് വേണ്ട എന്നുള്ള അങ്ങനെ വെച്ചിട്ടാണ് പോവാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പടത്തിനൊരു സ്വഭാവം ഉണ്ട് എന്നുള്ളത്, നമ്മുടെ തമാശയ്ക്കും ഇതിനകത്തൊരു സ്വഭാവം ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ പക്ഷേ നമ്മുടെ ആളുകൾക്ക് ആ ഒരു സെൻസ് ഉള്ളവരായതുകൊണ്ട് തന്നെ കൊണ്ടുവരുന്ന സാധനങ്ങൾ നല്ലതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സജഷൻസ് അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതും നല്ലപോലെ വർക്കായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ പടത്തിൽ ഓരോ ഈ മറ്റേ റെഫറൻസ് ഉണ്ട് ഓരോ പടത്തിന്. ഇപ്പോൾ ദശരഥം പറഞ്ഞാണെങ്കിലും ദൃശ്യമുണ്ട്, പിന്നെ അങ്ങനെ കുറേ സിനിമകളുണ്ട്. അതിൻ്റെ ഐഡിയാസ് ഓൾസോ ഇങ്ങനെ തന്നെ വരുന്നതാണോ അതോ പ്രീ പ്ലാൻഡ് ആയിരുന്നു ഇങ്ങനെയൊക്കെ? അല്ല, പ്രീ പ്ലാൻഡ് അല്ല. അത് റൈറ്റിങ്ങിൽ എത്തിയപ്പോൾ വന്നതായിരുന്നു. കാരണം ആക്ച്വലി ആ ഒരു മർഡർ നടക്കുന്ന സീനിൽ സൈജോട്ടിൻ്റെ ക്യാരക്ടറും ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ മർഡർ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഒരു ഫണ്ട് വേണം എന്നുള്ളത് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊരാൾ കേൾക്കുമ്പോഴായിരിക്കും അതിലൊരു രസം ഉണ്ടാവുക, ഇവിടെ മർഡർ നടന്നു എന്നുള്ളത്. അപ്പോൾ അത് ചിരിപ്പിക്കണം അവിടെ എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ആരെ കേൾപ്പിക്കും എന്നുള്ളത്, കാരണം ഇവർ പുറത്ത് ഉള്ള ആൾക്കാരെ പറയാനും പറ്റില്ല ഇവർക്ക് ഈ കാര്യം. അപ്പോഴാണ് ആലോചിച്ച് നമുക്ക് നോക്കൊരു ഹീറോനെ ഇതൊന്നും അങ്ങെടുത്ത് മാറ്റാം, ബാക്കി വീട്ടുകാരെ കൂടി ചെയ്യട്ടെ, എന്നിട്ട് ഹീറോ ഇത് കേൾക്കട്ടെ. അപ്പോഴായിരിക്കും കുറേ കൂടി രസം. പുള്ളി ഇതൊന്നും അറിയാതെ അപ്പോൾ പിന്നെ പുള്ളിനെ കുറേ കൂടി ഹാപ്പി ആക്കി. ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത് പാൽ പാക്കറ്റൊക്കെ ആയിട്ട് വളരെ ഫ്രഷ് ആയിട്ട് വെളുപ്പാങ്കാലത്തൊക്കെ ആക്കി പരിപാടികളൊക്കെ. ഇപ്പോൾ പാലും പാക്കറ്റും വീറും തുറത്തും കൊണ്ടൊക്കെ എടുത്ത് വളരെ കയ്യിൽ പ്രസാദമൊക്കെ ആയിട്ട് വരുന്ന ഒരാൾ പുതിയൊരു ഐഡിയ കിട്ടി, നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാം എന്ന് സംസാരിച്ച് തീർക്കാമെന്നുള്ള പ്ലാനിൽ വന്നൊരാളുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അയാൾക്കുണ്ടാവുന്ന ഞെട്ടലാണ് നമുക്കവിടെ വേണ്ടത്. അപ്പം അങ്ങനെയായിരുന്നു നമ്മൾ സൈജുവേട്ടനെ അതൊന്ന് മാറ്റിയിട്ട് അടുത്ത സീനിലോട്ടൊക്കെ ആക്കിയത്. പിന്നീട് പുള്ളിക്ക് അത് ഈ കാര്യം വേറെ ഒരു വക്കീലിനെ വിളിച്ച് അറിയിക്കണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പറയാനും പറ്റില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു കഥ പോലെ പറയാമെന്ന് കരുതി. കഥ പോലെ പറയാമെന്ന് കരുതി ആ കഥ ആലോചിച്ച് പിടിച്ച് വന്ന് നോക്കിയപ്പോഴാണ് ഇതിപ്പോൾ ദൃശ്യം ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന്. നമ്മൾ സൈജോട്ടിനെ അവിടെ നിന്ന് മാറ്റിയത് ഈ ഫണ്ണ് വർക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റിയത്. പക്ഷേ ഇപ്പോൾ ജോർജ് കുട്ടിയും ശരിക്കും ഉണ്ടായിരുന്നില്ല അവിടെ നടക്കുമ്പോൾ എന്നുള്ളത് അപ്പോഴാണ് കിട്ടിയത്. അപ്പം നോക്കി നമുക്ക് ആ റെഫറൻസ് പിടിച്ച് തന്നെ പോവാവുന്ന രീതി അങ്ങനെ വന്നതാണ്. അതുപോലെ തന്നെ ഇതിലെ ഓരോ കാസ്റ്റിങ്ങും ഇപ്പോൾ ബേബി ജീൻ തന്നെയാണെങ്കിലും നമ്മൾ ആ തന്നെ ബേബി ജീൻ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേബി ജീനിലേക്ക് വന്നെങ്ങനെ ഈ റോള് ബേബി ജീൻ ചെയ്താൽ മതി എന്ന് തോന്നിയത് എന്തുകൊണ്ട്? വേറെ ഓപ്ഷനായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. നമുക്കെന്തായാലും ഇതിലൊരു നമ്മുടെ വേൾഡായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ആൾ വരണം എന്നുള്ളതുണ്ടായിരുന്നു. ബേബി ജീൻ്റെ ഒരു പ്രൊഫൈൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. റാപ്പറാണ്, ഒരു ഇൻ്റർനാഷണൽ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആളാണ് ബേബി. ബേബിക്ക് എന്താണ് ഈ വീട്ടുകാര്യം എന്നുള്ളൊരു തോട്ട്, അങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് ആയിരിക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു. അല്ല, കുറച്ച് നമുക്ക് എന്നുള്ളത് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി ഓഡിയൻസ് പരിപാടികളാണ് നമുക്ക് ഉണ്ടാവുക. നമ്മുടെ ആർട്ടിസ്റ്റുകളാണെങ്കിലും ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമുക്കൊരു ജെൻസി പരിപാടി കൂടിയും വേണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആ ക്യാരക്ടറിനെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയതല്ല. ക്യാരക്ടർ നമുക്ക് ഓർഗാനിക്കായിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷെ ആ കാസ്റ്റിങ്ങിലോട്ട് വന്നപ്പോൾ ഓക്കെ നമുക്ക് ആ സൈഡിൽ നിന്ന് കൂടിയും ഒരാൾ വന്നാൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ടാണ് ബേബിയിലോട്ട് പോയത്. കാരണം ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവുമല്ലോ. കാരണം ബേബി എന്ന് പറയുമ്പോൾ എല്ലാവർക്കുള്ളൊരു അവനെ മനസ്സ് കാണുന്ന തന്നെ വേറൊരു തരത്തില്ല. അപ്പോൾ നമ്മുടെ ഇതിലോട്ട് വന്നൊരു സുഭാഷൊക്കെ വന്ന് ഒരു ടീഷർട്ടും മുണ്ടൊക്കെ എടുത്ത് നടന്നാൽ രസമായിരിക്കും എന്ന് തോന്നി. അതെ, എങ്ങനെയുണ്ടായിരുന്നു? എന്നിട്ട് ബേബിജിൻ എന്താ പറഞ്ഞത് ലൈക്ക് കേട്ട് വരുമ്പോൾ ചെയ്യാന്നുള്ള രീതിയിൽ? ബേബിക്ക് കഥ കേട്ടു. ബേബി ആദ്യം ഭരതനാട്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭരതനാട്യം ഇതൊക്കെ കൂടി ചേർത്ത് പറയേണ്ടി വന്നു. എന്നിട്ട് 2 കഥ പോയി പറയണം അവിടെ പോയിട്ട്. അങ്ങനെ ബേബിയുടെ അടുത്തത് പറഞ്ഞു. എന്നിട്ട് ബേബിക്ക് സാധനം വർക്കായി. എന്നിട്ട് അവൻ വീട്ടിൽ പോയിട്ട് ഭരതനാട്യം ഒന്ന് കണ്ടുനോക്കി. എന്നിട്ട് പിറ്റേ ദിവസം വിളിച്ചിട്ടാണ് അവൻ ഇന്നാണെന്ന് പറഞ്ഞത്. പിന്നെ ഇതിൽ കലാരഞ്ജിനി ചേച്ചിയുടെ റോള്, ഇപ്പം പുകവലി ആരോഗ്യത്തിന് ആരോഗ്യം, അത് എഴുതുമ്പോൾ തൊട്ട് ചേച്ചിയുടെ വോയിസ് യൂസ് ചെയ്യുന്നത്. അപ്പം ചേച്ചിയുടെ വോയിസ് തന്നെ യൂസ് ചെയ്യുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ അത് ഇതാവുന്നത്, അതിനെപ്പറ്റി പറയും. അത് ഭരതനാട്യത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ വോയിസിന് വേറെ തരത്തിലൊക്കെ യൂസ് ചെയ്തു. അത് വെച്ച് ചിരിപ്പിക്കാനൊക്കെ നോക്കി എന്നുള്ള തരത്തിലുള്ള അത് വള്ളിയാവണ്ടാന്നുള്ളത് നമ്മൾ അന്ന് വിട്ടതായിരുന്നു. പിന്നെ നമ്മൾ ഇവിടേക്ക് എത്തിയപ്പോൾ ഈ ജോണറിലോട്ട് എത്തിയപ്പോൾ ഓക്കെ ഇവിടെ വർക്കാവും, പ്രശ്നമില്ല അത് തോന്നി. അങ്ങനെയാണ് ഇതിലോട്ടേക്ക് ഇന്നാക്കിയത്. പടം തുടങ്ങുമ്പോഴേ ഒരു ചിരിപ്പരിപാടികൾ വരണം എന്നുള്ളതുകൊണ്ടാണ് സ്റ്റാച്യൂട്ടറി വേണമെങ്കിൽ ചേച്ചിയുടെ പേര് മിഥുൻ ചേട്ടനൊരു താങ്ക്സ് കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ താങ്ക്സ് കാർഡ് പിന്നെ സൈജു ഗ്രൂപ്പ് 150 ഇതിനെല്ലാത്തിനും മറ്റൊരു സൂപ്പർ സ്റ്റാർ പരിപാടിയൊക്കെ വെച്ചത് വേഗം ഇന്നാവാൻ വേണ്ടിയിട്ട്
ഫണ്ണ് വർക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. കലാരഞ്ജനി ചേച്ചിയുടെ വോയിസ് തന്നെയാണ് നമ്മുടെ നന്ദു ചേട്ടൻ ആ സീനിൽ യൂസ് ചെയ്തേക്കണതെന്ന് കേട്ടായിരുന്നു. കറക്റ്റാണോ? പക്ഷെ നമുക്ക് മനസ്സിലായില്ലായിരുന്നു, രണ്ടാളും രണ്ടെണ്ണം പറയണ പോലെ തോന്നിയേ. അപ്പൊ അതെന്തുകൊണ്ടങ്ങനെ? അല്ല, അത് രസമായിരിക്കുമല്ലോ. പുള്ളിക്കാരിയുടെ വോയിസ് പെക്യുലർ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതേ വോയിസിൽ തിരിച്ച് കഴുത്തിൽ ഹാങ് അയക്കുമ്പോൾ എന്തായാലും ഒരു വ്യത്യാസം ഉണ്ടാവും. നമുക്ക് രണ്ടും ഒരേ വോയിസ് തന്നെ വെച്ച് നോക്കാം. അതിന് മതിയെന്ന് തീരുമാനിച്ച്. അപ്പൊ ആള് തന്നെ ചെയ്യില്ല. ഇപ്പൊ ഇത് ഇങ്ങനെ ചെയ്ത വോയിസ് ആണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാലോ. അങ്ങനെ പോയില്ല. പക്ഷെ കലച്ചേച്ചിയുടെ വോയിസ് തന്നെ വേണം, എന്നാലും ഒരു ഫണ്ട്. ഇപ്പൊ ഈ ചോദ്യം വന്നത് അതുകൊണ്ടാണല്ലോ. അതെ അതെ, അത് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. സുരാജ് വെഞ്ഞാറമൂടിന്റെ സുരാജേന്റെ റോള് ആദ്യത്തെ സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മറ്റേ ആംബുലൻസിൽ ക്രോസ് ചെയ്ത് സ്പീഡിൽ വരണത്, വാച്ച് നോക്കണത്, പിന്നെ മറ്റേ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കൊരു ധൃതിയാണെന്നുള്ളത് ഓൾറെഡി കൺവേഡ് ആണ്. അപ്പോൾ അങ്ങനെ കൺവേ ചെയ്യുന്ന ലൈക്ക് ഇത് ക്യാരക്ടറാണല്ലോ പുള്ളിയുടെ. സോ അങ്ങനെ എങ്ങനെ നിങ്ങൾ സുരാജേണിലേക്ക് വന്നത്? ആ ഒരു ക്യാരക്ടറൊക്കെ എങ്ങനെയായിരുന്നു? സുരാജേട്ടനോട് എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഒരു വില്ലൻ ഷെയ്ഡും ഉണ്ട്, എന്നാൽ ഇയാൾക്കൊരു ഹ്യൂമർ ഷെയ്ഡും ഉണ്ട്. ഈ രണ്ടും കൂടി ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഈസി ടാസ്ക് അല്ല. അപ്പോൾ അങ്ങനെ എന്നുള്ള രീതിയിലോട്ട് നമുക്ക് കാസ്റ്റിംഗ് ആലോചിച്ച് വന്നപ്പോഴാണ് സുരാജേട്ടൻ വന്നാൽ രസമായിരിക്കുമെന്ന് തോന്നിയത്. പക്ഷെ സുരാജേട്ടൻ വന്നപ്പോൾ കുറേ കൂടി ലിഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഹ്യൂമർ എന്ന് പറയുന്നത് ആക്ച്വലി പുള്ളിയുടെ പെർഫോമൻസിൽ കുറെ കയറിയിട്ടുണ്ട്. അത്രയൊന്നും നമ്മൾ പോലും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെ അതെ അതെ. അതിൽ സുരാജേട്ടനാണ് മറ്റേ ഒരു ഡയലോഗ് കയ്യിലിട്ടിട്ടുള്ളത്. അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി അങ്ങോട്ടേക്ക് പറഞ്ഞു കയറി പോണേന്നൊക്കെ നമുക്ക് തോന്നിയത്. മറ്റേ അന്റാർട്ടിക്ക വരെ കാണും ഇതുപോലത്തെ 500 പെങ്കിന്റെ പോലെ. അത് പുള്ളി നമ്മൾ മോണിറ്ററിലത് കണ്ടോണ്ടിരിക്കുന്നത്. ഇതൊന്നും ഞാൻ എഴുതിയിട്ടൊന്നുമില്ല. അപ്പൊ അതൊക്കെ പുള്ളി കഴിഞ്ഞിട്ടുള്ളതാ. അപ്പൊ രസമായിരുന്നു. അങ്ങനെ പുള്ളി വന്ന് ലിഫ്റ്റ് ചെയ്ത പരിപാടികൾ ഉണ്ട്. ഓ നൈസ്. ഓക്കെ. ഇതിന്റെ ഇപ്പം സെക്കൻഡ് പാർട്ടാണ്. തേർഡ് പാർട്ട് ഉണ്ട് നമ്മൾ കേട്ടായിരുന്നു. ഇല്ലേ? അറിയില്ല, ഇവിടെ കേട്ടത് എനിക്ക് അറിയില്ല. നമ്മളാരും അങ്ങനെ പ്ലാൻ ഇല്ല, നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. മനസ്സിലെവിടെയും ഒരു ആഗ്രഹം ഇല്ലേ തേർഡ് പാർട്ട് തുടങ്ങാൻ? അല്ല, ഇപ്പോൾ ഇല്ല. കാരണം ഞാനൊരു 5-6 വർഷമായിട്ട് ഈ ഫാമിലിക്ക് അത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. 3 വർഷം എടുത്തു വരാൻ നാട്ടിൽ ഒന്ന് പ്രൊജക്റ്റ് ആവാൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഫാമിലി. അപ്പം അങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയാൽ എന്താണ് പുറത്ത് നടക്കണത് എന്നുള്ളത് എനിക്കും അറിയുള്ളൂ. എന്നിട്ട് തിരിച്ച് ഫാമിലിയിലോട്ട് വരാം. ഓക്കെ. പടത്തിലെ ചില ഡയലോഗുകൾ ഇപ്പം മൈന്യൂട്ടായിട്ടുള്ള കുറേ ഡയലോഗുകളുണ്ട്. ഫോർ എക്സാമ്പിൾ സുഭാഷ് എന്നുള്ള റോൾ ചെയ്ത് നമ്മുടെ ആദ്യത്തെ സുഭാഷ് ചെയ്ത ഒരു ഡയലോഗുണ്ട്. ഞാൻ പടത്തിൽ ഫുള്ള് അഭിനയിക്കാൻ വെച്ചാണ് അവൻ ഫസ്റ്റ് ഹാഫിൽ വന്ന് തീർത്തെ. ചില ഡയലോഗുകൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ടുണ്ട്. ആ ഡയലോഗിൻ്റെ ഒക്കെ ഒരു ഇതെങ്ങനെയായിരുന്നു? അല്ല, ഫോർത്ത് വോൾ ബ്രേക്കിംഗ് രസമുള്ളതല്ലേ. ഐ മീൻ ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സാധനമല്ലേ. എനിക്ക് അത്തരം സാധനങ്ങളിൽ എനിക്കൊരു ഹൈ ഉള്ളതാണ്. അപ്പം അതും പറയുന്ന സമയത്ത് അഭിചേട്ടനോട് ഡൗട്ട് ഉണ്ടായിരുന്നു. അത് വേണം, അത് കിട്ടും, കറക്റ്റ് ആവുകയുള്ളത്. ഇല്ലേട്ടത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, കിട്ടുന്നവർക്ക് കിട്ടിയാൽ മതി. അതിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. അപ്പം അതുകൊണ്ടപ്പോൾ ഓക്കെ കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അങ്ങനെ തന്നെയായിരുന്നു ജഗദീഷ് ചേട്ടൻ മറ്റേ വേഷത്തിലെ ഡയലോഗ് പറഞ്ഞത്. അതെ അതെ അതെ. അത് കാരണം ആ ഡയലോഗ് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് ഡയലോഗ് ഇതെന്തിനാ ഇപ്പോൾ ഇവിടെ പറഞ്ഞേ എന്നുള്ള പോലത്തെ ഒരു തോട്ടാണ് നമുക്ക് ആദ്യം തോന്നാറുള്ളതല്ലോ. ഉദ്ദേശങ്ങൾ ഉണ്ടാവും കേട്ടോ. ആ സിനിമയിലത്തെ ആ ഡയലോഗിന് കൃത്യമായിട്ടുള്ള ഉദ്ദേശം കാര്യങ്ങളുണ്ടോ നമുക്കറിയാത്തതായിരിക്കും, മെജോറിറ്റിക്ക് അറിയാത്തതായിരിക്കും എന്താണ് ഇപ്പോൾ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചത് എന്നുള്ള സാധനം. അപ്പോൾ പരസ്പര ബന്ധമില്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞു പോവുക എന്നുള്ളതായിരുന്നു ആദ്യം ഉദ്ദേശം ഉണ്ടായിരുന്നു. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വിനയേട്ടൻ്റെ ക്യാരക്ടറിനെ പറ്റിച്ചിട്ട് പോകുന്നു, പുള്ളിനെ എങ്ങനെയെങ്കിയോ അതെ ഔട്ട്സ്മാർട്ട് ചെയ്ത് പോകുന്നു എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പരസ്പര ബന്ധമില്ലാണ്ട് എന്തെങ്കിലും പറയുന്നത് അപ്പോൾ ഓക്കെ. അപ്പോൾ അവിടെ വേഷത്തിൻ്റെ പരിപാടി വന്നാൽ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണത്. അങ്ങനെയാണ് നമ്മൾ വെറുതെ വേഷം അങ്ങനെ തീരുമാനിച്ചതാണ്. അതോ? അതെ അതെ അതെ. അതപ്പോൾ ട്രെൻഡിങ് ആയതുകൊണ്ട് അങ്ങനെ വർക്കാവും എന്ന് തോന്നിയായിരുന്നു അവിടെ ആ റെഫറൻസ് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ സിനിമയിൽ തന്നെ നമ്മൾ ആ ടി വിയിൽ വാർത്ത അവർ ടി വി കണ്ടോണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മറ്റേ കൊല വിറ്റ് കഴിഞ്ഞിട്ട് പൈസയും കൊണ്ട് വരണ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ അതിൽ എഴുതിയേക്കണത് ഇത്തവണ ഈ സൈജു കുറുപ്പിന് അവാർഡില്ലാന്ന് എഴുതിയിട്ടുണ്ട്. വേറൊരു സീനിൽ ഭരതനാട്യത്തിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചതിൻ്റെ മേളിലേക്കാണ് ഈ സുരാജേൻ്റെ ക്യാരക്ടറെ കാണാനില്ലാന്ന്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഐഡിയ ആണോ? പിന്നല്ലാണ്ട് ഇതൊക്കെ നമ്മുടെ ഐഡിയല്ലേ. പിന്നെ ഇത് ആര് ചെയ്യാനാ? ഇത് കൊള്ളാം, പണം ചെയ്ത് ഇവിടെ വന്നിട്ട് ഇതൊക്കെ നിങ്ങൾ തന്നെയാണോ ചെയ്തത്? വേറെ ആരുടെങ്കിലും ഹെൽപ്പോ? അല്ലല്ല, എൻ്റെ തന്നെയാ എല്ലാം എൻ്റെ. വേറെ ചോദ്യം എൻ്റെ മാത്രമല്ല, വിഷ്ണു, ഞങ്ങൾ രണ്ടുപേരുണ്ട് എഴുതാനായിട്ട്. വിഷ്ണു പ്രദീപ് എന്ന് പറഞ്ഞിട്ട് കുറേ കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ മിഥുൻ ചേട്ടൻ, മിഥുൻ മാനുവൽ തോമസും അതുപോലെ തന്നെ തരുൺ മൂർത്തിയും രണ്ടുപേരും പടം കണ്ടിട്ട് ഓൾറെഡി റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അവര് മാത്രമല്ല അവരുടെ ഒരു ത്രൂ ഔട്ട് ഹെൽപ്പ് ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു. സോ അതെങ്ങനെയാ അവരുടെ ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നു? മിഥുൻ ചേട്ടൻ്റെ ആയിരുന്നു. തരുൺ ചേട്ടനെ നമ്മൾ ക്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്ന സമയം നമ്മൾ പലരും ഈ സിനിമ പല വട്ടം കണ്ടിട്ടാണ് നിൽക്കുന്നത്. പുറത്തുനിന്നുള്ളൊരു
എക്സ്പെർട്ട് റിവ്യൂ കൂടി വന്നാൽ നന്നായിരിക്കുമല്ലോ എന്നുള്ളതുകൊണ്ട് ഷെഫീഖായിരുന്നു നമ്മുടെ എഡിറ്റർ ഷെഫീഖായിരുന്നു തരുൺ ചേട്ടനെ വിളിച്ചത്. അപ്പോൾ തരുൺ ചേട്ടൻ വരാമെന്ന് പറഞ്ഞ് പുള്ളി വൈഫായിട്ട് വന്ന് പടം കണ്ട് പുള്ളി അപ്പോൾ സ്റ്റാർട്ട് ടു എൻഡ് വരെ നല്ല ചിരിയായിരുന്നു. അപ്പോൾ അതിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടി, പുള്ളിക്ക് വർക്കായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. പിന്നെ പുറത്തിറങ്ങിയിട്ട് പുള്ളി ഒരുപാട് പറഞ്ഞു ഡാർക്ക് ഹ്യൂമർ പരിപാടികൾ അധികം ഇവിടെ വരാത്തതാണ്, അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറേ നല്ലത് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ ചോദിച്ചത് എന്നാൽ പിന്നെ ചേട്ടനതൊന്ന് റിവ്യൂ ഇട്ട് തരാമോ എന്നുള്ളത്. കാരണം ജെന്യൂനായിട്ട് പുള്ളി പറഞ്ഞതാ, അല്ല അതല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ഒരു PR പരിപാടി ചെയ്തു തരാമോ എന്നുള്ള പോലെ ആയിരുന്നില്ല. പുള്ളിക്ക് വർക്കായി എന്ന് തോന്നി. അപ്പോൾ പുള്ളിയും പറഞ്ഞു അങ്ങനെ അധികം ചെയ്തിട്ടൊന്നുമില്ല, സിനിമകളുടെ റിവ്യൂ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇതിന് ഞാൻ ഇടാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇട്ടതായിരുന്നു. മിഥുൻ ചേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ മിഥുൻ ചേട്ടൻ മുമ്പ് തൊട്ടേ ഉണ്ട്, നമ്മുടെ റൈറ്റിംഗ് ടൈം തൊട്ടേ മിഥുൻ ചേട്ടൻ നമുക്ക് ഇപ്പോൾ ഒരു മെൻറ്ററായിട്ട് ഉണ്ട് ഇതിൽ. അപ്പോൾ പുള്ളി സ്ക്രിപ്റ്റ് 2 വട്ടം വായിച്ചിട്ടുണ്ട്, 2 or 3 വട്ടം വായിച്ചിട്ടുണ്ട്. അതിൽ സജഷൻസ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഒരു മേജർ സജഷൻ വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഒരു ജോണർ കൂടി ഉണ്ടായിരുന്നു, ഒരു മൾട്ടിപ്പിൾ ജോണറായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് മിഥുൻ ചേട്ടനെ വായിച്ചിട്ട് അത് വേണ്ട, ഇപ്പം അത്യാവശ്യം ഒരു സിനിമയ്ക്കുള്ളത് എല്ലാം ഇതിനകത്തുണ്ട്, ഇനി അതുകൂടിയിട്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, പറ്റുകയാണെങ്കിൽ നിനക്ക് അടുത്തത് ഒരു ഫ്രാഞ്ചൈസി പോലെ അടുത്ത പരിപാടി ചെയ്യാൻ പറ്റണമെങ്കിൽ ഇത് നേരെ അവിടെ പോയി അടിച്ചോ, ഇവിടെ ആവശ്യത്തിനുണ്ട് എന്നുള്ളൊരു സജഷൻ പുള്ളി തന്നിട്ടുണ്ടായിരുന്നത്. ജഗദീഷ് ചേട്ടൻ്റെ ക്യാരക്ടർ ആക്ച്വലി പുള്ളിയുടെ സജഷനായിരുന്നു. ഐ മീൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറെ, ഒരു ഔട്ട്സൈഡ് ക്യാരക്ടറെ കൂടി കൊണ്ടുവന്നു, വീട്ടിലോട്ടേക്ക് ഹെൽപ്പ് ചെയ്യാനൊരു ക്യാരക്ടർ കൂടി വന്നാൽ നന്നായിരിക്കും, അതെങ്ങനെയാ വെച്ചാൽ നോക്കി പ്ലാൻ ചെയ്തൊക്കെ ആ ഒരു ക്യാരക്ടർ വന്നാൽ നന്നായിരിക്കും എന്നുള്ള സജഷൻ പുള്ളിയുടെ ആയിരുന്നു. മോഹിനിയാട്ടം എന്നുള്ള ടൈറ്റിൽ, ഈ ടൈറ്റിൽ ആദ്യം സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരുമല്ലോ, ഭരതനാട്യത്തിൻ്റെ അടുത്ത പാട്ട് വെറുതെ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ തന്നെ ഇപ്പം അടുത്ത് തന്നെ കുച്ചിപ്പുടി കഥക്കൊക്കെ പറഞ്ഞു പോകുന്നത്. പക്ഷേ നമ്മളത് ആദ്യം ആലോചിച്ചിരുന്നു, പിന്നെ സ്പോട്ടിൽ തന്നെ വിട്ടായിരുന്നു. കാരണം ഭരതനാട്യം എന്നുള്ള ടൈറ്റിൽ നമുക്ക് ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഭരതനാട്യം റിലീസിന്. ഒരുപാട് പേര് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ടൈറ്റിൽ അങ്ങനെ ആയതുകൊണ്ടാണ് കയറാതിരുന്നത്. ആളുകൾ ക്ലാസ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 50% ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല, ഞാൻ സൈജുവേട്ടനെ വെച്ചിട്ട് എന്തിനാണ് ക്ലാസിക്കൽ ഡാൻസ് സിനിമ ചെയ്യണേ എന്നുള്ളൊരു പിടി എനിക്ക് കിട്ടണില്ല. പക്ഷെ സ്റ്റിൽ അങ്ങനെ പറഞ്ഞു ആൾക്കാർ. അപ്പോൾ അതൊക്കെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല, പക്ഷെ നല്ല എടുക്കുന്നു ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണല്ലോ. പിന്നെ നമ്മൾ പോസ്റ്റേഴ്സൊക്കെ കാണുന്നില്ല, ടൈറ്റിൽ മാത്രമല്ല പോസ്റ്ററും നോക്കില്ല, മേലോട്ടും നോക്കില്ല, അതൊന്നും നോക്കില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. കാരണം നമ്മളതുവരെ ഷോർട്ട് ഫിലിം പരിപാടികൾ യൂട്യൂബാണല്ലോ ചെയ്തിട്ടുള്ളത്, ഇപ്പോഴാണല്ലോ ഒരു മാസ് ഓഡിയൻസിലോട്ട് വിടണേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലാവുന്നുള്ളത്, എങ്ങനെ പോയാലാണ് ആൾക്കാർ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ബാക്ക് ഫയർ ആയി എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്ന് മോഹിനിയാട്ടം വെറുതെ പിടിക്കാൻ നിൽക്കണ്ട, വിട്ടേക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ വേറൊരു കൊമേഴ്ഷ്യൽ ടൈറ്റിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ തോന്നിക്കുന്ന ടൈറ്റിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിഥുൻ ചേട്ടനെ പറഞ്ഞേട്ടാ ഇതിന് മോഹിനിയാട്ടം എന്ന ടൈറ്റിലാക്കാൻ വല്ല മാർഗം ഉണ്ടോ ചോദിച്ചു. ഈസി ആയിട്ട് പറ്റും ചേട്ടാ, ഇങ്ങനെയായിരുന്നു പരിപാടി ഉണ്ടായിരുന്നു, നമ്മളായിട്ട് തന്നെ വെക്കാത്തതായിരുന്നു പറഞ്ഞു. അത് പിടിച്ചോ കുഴപ്പമില്ല, കാരണം ഭരതനാട്യം ഇപ്പോൾ വർക്കായല്ലോ OTT, ഇപ്പോൾ അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഇനിയിപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്, മറ്റേ ആദ്യത്തെ റിസ്ക് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഫ്രാഞ്ചൈസിക്ക് ഒരു ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ധൈര്യം തന്നതും അത് തന്നെ വെച്ചോളാൻ പറഞ്ഞത് പുള്ളിയായിരുന്നു. മറ്റേ ടൈറ്റിൽ എന്തായിരുന്നു അത് പറയില്ല. തുടക്കത്തിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് തിയേറ്ററിൽ ഫ്ലോപ്പായ ഒരു സിനിമയാണെന്നുള്ള രീതിയിൽ. അതെ, അത് ആട് അങ്ങനെ ആയിരുന്നല്ലോ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഒരു ധൈര്യം. അത് സൈജുവേട്ടൻ്റെ ഒരു നമ്പർ ആവുന്നുണ്ട്. ആടും പൊട്ടി ഇവിടെ വർക്കായപ്പോൾ OTT-ലല്ല, അന്ന് ടൊറൻ്റ് ഹിറ്റ് എന്നാണ് പറയുന്നുണ്ടായിരുന്നത് ആടിനെ. വർക്കായപ്പോൾ പുള്ളിയായിരുന്നു സജസ്റ്റ് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്, സെക്കൻഡ് പാർട്ട് ചെയ്യാനായിട്ട് ബാക്കിന്ന് കുത്തി കൊടുത്തത് പുള്ളിയാണ്. ഇതും അങ്ങനെ തന്നെയാണ്. ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ആടിന് സെക്കൻഡ് പാർട്ട് എടുത്താലാന്ന് ചോദിച്ചത്. ഇതും അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ. ശരി, ഓക്കെ. പക്ഷെ സൈജേട്ടൻ രണ്ടിടത്തും പറഞ്ഞ കാരണം രണ്ടും ഹിറ്റായി വന്നത്. അതെ, അത് പുള്ളിയുടെ ഒരു ജഡ്ജ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് പടം തിയേറ്ററിൽ ഫ്ലോപ്പ് ആയത് നന്നായി എന്ന് തോന്നിയോ? അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നു? അല്ല, ഇപ്പൊ മോഹിനിയാട്ടം സിനിമ സംഭവിച്ചല്ലോ എന്നുള്ളതാണ്. എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലേ ആ സിനിമ തിയേറ്ററിൽ ഹിറ്റ് ആയിരുന്നെങ്കിൽ മോഹിനിയാട്ടം എടുക്കൂലെന്ന്. അപ്പൊ അതങ്ങനെയല്ലേ നിങ്ങൾ തോന്നണത്? എന്നും പറഞ്ഞിട്ടത് മോഹിനിയാട്ടവും നന്നായി പൊട്ടിയത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ജോണർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അതെ, അതുകൊണ്ട് നമ്മൾ മാറ്റി നമ്മുടെ ഫേവറേറ്റ് ജോണറിൽ പടം എടുത്തു. എനിക്ക് ഒരു ബേർഡൻ ഉണ്ടായിരുന്ന സമയത്ത് OTT-ൽ വർക്കായ സമയത്ത് നാട്ടിൻപുറം, വെളിച്ചപ്പാട്, അമ്പലം എന്നൊക്കെ കണ്ടപ്പോഴേക്കും ആൾക്കാരെ എന്നെ പിടിച്ചൊന്ന് നാട്ടിൻപുറം സംവിധായകനാക്കാനും നന്മയും സ്നേഹവും നിറഞ്ഞ അങ്ങനെയൊക്കെ ഒന്ന് പിടിക്കാൻ നോക്കിയിരുന്നു. ഞാൻ എൻ്റെ ബാക്കി കഥകളിലൊന്നും അതില്ലതാനും ഇതിപ്പോൾ ആവശ്യമില്ലാത്ത ഓരോ ഇത് നമ്മളെ കോർണർ ചെയ്യണ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഇപ്പോൾ അത് പൊളിക്കാൻ പറ്റി സമാധാനം. ഇതാണ് എൻ്റെ പരിപാടി, അത് ഞാനത് ചെയ്തെന്നേ ഉള്ളൊരു സമാധാനത്തിൽ വിട്ടിട്ട്. മോഹിനിയാട്ടം എന്ന സിനിമ ഒരു ക്രിമിനൽ മൈൻഡുള്ള സംവിധായകൻ എന്നുള്ള രീതിയിലാണ്. അപ്പം ഇനി
ആദ്യത്തെ സിനിമയ്ക്ക് ഒരു കുടുംബമായിരുന്നു, എന്നാലൊരു കുടുംബ സംവിധായകനായി ലേബൽ മാറി പോകും എന്നുള്ളൊരു പേടിയുണ്ടോ? ഇല്ല, കാരണം അത് ജോണർ എന്നുള്ള രീതിയിൽ തന്നെ ആൾക്കാർ കാണുക. ഇപ്പം ക്രിമിനൽ പരിപാടിയൊക്കെ ആണെങ്കിൽ ഡാർക്ക് ഹ്യൂമർ പടം എന്നുള്ള രീതിയിൽ തന്നെ എടുക്കുന്നത്. കുടുംബചിത്രം ഫാമിലി ഉള്ള പരിപാടിയാണെങ്കിൽ പോലും അങ്ങനെ കുടുംബ സംവിധായകൻ എന്നുള്ള രീതിയിലോട്ടേക്ക് മാറ്റി നിർത്തില്ല ഓഡിയൻസ്, അത് കരുതുന്നില്ല. ഇപ്പം ഒരു കോമഡി പടം എന്ന് പറയുമ്പോഴും നമ്മൾ കുറേ ഫണ്ണുണ്ടാവും, പക്ഷെ സംടൈംസ് ഡബിൾ മീനിങ് ജോക്കൊക്കെ വരുമല്ലോ. ഇത് അങ്ങനത്തെ ജോക്കൊന്നും വരാതെ കംപ്ലീറ്റ് എല്ലാ ഓഡിയൻസിനെയും ഫുള്ളി നീറ്റ് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ വിചാരിച്ച് തന്നെ ചെയ്ത ഒരു ഡയറക്ടറാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അത് സെറ്റ് ചെയ്തത്? അല്ല, നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഹ്യൂമറിന് എപ്പോഴും ഞാൻ ഒരു സിനിമയ്ക്കകത്തൊരു ബൗണ്ടറി സെറ്റ് ചെയ്യും, സിനിമയ്ക്കൊരു സ്വഭാവം സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ല. അതിനകത്ത് വരുന്നത് മാത്രമേ, അതിനകത്ത് ഈ പറഞ്ഞ ഡബിൾ മീനിങ് ഇല്ല. പിന്നെ ഞാൻ കണ്ടാൽ ചിരിക്കുന്ന തരത്തിലുള്ള തമാശകളായിരിക്കും, എനിക്ക് കണ്ട് ചിരിക്കാൻ ഇഷ്ടമുള്ള തരത്തിലുള്ള തമാശകളായിരിക്കും എൻ്റെ എഴുത്തിലും വരുന്നുണ്ടാവുക. അത്രേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ മനഃപൂർവ്വം അത് ഒഴിവാക്കിയേക്കാന്നുള്ളതല്ല, അത് ഇതിൽ നിന്നല്ല വേറെയും അങ്ങനെ ഉണ്ടാവില്ല. അത് എനിക്ക് ഡബിൾ മീനിങ് എല്ലാം മോശം എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ചില ഡബിൾ മീനിങ് ഒക്കെ ഞാൻ നല്ലപോലെ ആസ്വദിക്കാറുണ്ട്. വൾഗർ എന്ന് തോന്നുന്ന പരിപാടികളൊക്കെ ഭയങ്കര നമ്മളെ ഹിറ്റ് ചെയ്യും. അപ്പോൾ അത് എഴുത്തിൽ വരാതിരിക്കാനും നോക്കും. അത്തരം കോൺട്രിബ്യൂഷൻസ് വന്നാലും എടുക്കാറുമില്ല. ഇതുപോലുള്ളൊരു കോമഡി, ഫാമിലി കോമഡി ജോണറൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ആക്ച്വലി അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ലെന്ന് പറയും. എന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ റോൾ ഇന്ന ആളായിരിക്കും ചെയ്യാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇതിൽ ഓരോ ക്യാരക്ടേഴ്സ് കാസ്റ്റ് ചെയ്തേക്കുന്നത്. കലാരഞ്ജനി ചേച്ചിയാണെങ്കിലും, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രീജ ചേച്ചിയാണെങ്കിലും, പൊതുവാൾ ചേട്ടനാണെങ്കിലും, അങ്ങനെ ഒരുപാട് ആൾക്കാർ. ഇപ്പോൾ കലാരഞ്ജനി ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഓൾമോസ്റ്റ് ഒരു 30 years ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടൊരു വലിയൊരു ബ്രേക്ക് ത്രൂ റോൾ എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഈ ആക്ടേഴ്സായിട്ട്? അല്ല, ഞാൻ ഭരതനാട്യം ടൈമിൽ നമ്മൾ കാസ്റ്റിംഗ് നടക്കുന്നത്, ആക്ച്വലി ഭരതനാട്യത്തിന് പ്രീ പ്രൊഡക്ഷൻ ആകെ 1 മാസം അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ഷോർട്ട് ടൈമിലായിരുന്നു അത് പ്രൊജക്റ്റ് ആയത്. അപ്പോൾ നമുക്ക് പലരും അവൈലബിൾ ഒന്നും അല്ല പല ക്യാരക്ടേഴ്സിനും. പക്ഷേ എനിക്ക് നിർബന്ധം പറഞ്ഞത് രണ്ട് കാര്യം, കലച്ചേച്ചിയുടെ ക്യാരക്ടർ സരസ്വതി അമ്മ എന്നുള്ള ക്യാരക്ടർ കലരഞ്ജനി ചെയ്യണം എന്നുള്ളതും, അശോകൻ എന്നുള്ള ക്യാരക്ടർ നന്ദു ചേട്ടൻ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇവർ തന്നെ വേണമെന്നുള്ളത്. ബാക്കിയെല്ലാം മാറി തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം അവൈലബിലിറ്റിയുടെ പ്രശ്നം കൊണ്ട് കൂടിയായിട്ടുണ്ട്. കാരണം നമ്മൾ വിളിച്ചിട്ട് അടുത്ത മാസം തന്നെ വരണം, വന്നു കഴിഞ്ഞാൽ ഒരു 25-30 ദിവസം നമ്മുടെ ഒപ്പം തന്നെ നിൽക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് ഡേറ്റ്സ് ഉണ്ടായിരുന്നു വരില്ല. കഥയൊക്കെ കേൾക്കും, ഇഷ്ടപ്പെടുന്നുണ്ടാവും, പക്ഷേ നമുക്ക് ആ ഡേറ്റുകൾ ചേർന്ന് പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് കുറേ തിരിഞ്ഞു പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കലച്ചേച്ചിയുടെ കാര്യത്തിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏത് സ്പിരിറ്റ് എന്നുള്ള ഒരു ഡയലോഗുണ്ട് ഭരതനാട്യത്തിൽ ചോദിക്കുന്നുണ്ട്. അതെനിക്ക് എഴുത്ത് സമയത്ത് ഈ ശബ്ദം എൻ്റെ തലയ്ക്കകത്ത് ഇങ്ങനെ ഉണ്ട്. കാരണം കലച്ചേച്ചിയുടെ ശബ്ദം ഭയങ്കര രസമുള്ളതാണ്. ഐ മീൻ, അത് പുള്ളിക്കാരിക്ക് ഒരു ആക്സിഡൻ്റ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യമാണത്. സ്റ്റിൽ അത് യൂസ് ചെയ്താൽ ഭയങ്കര രസമായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് യൂസ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുള്ളിക്കാരിക്ക് വിഷമാവുമോ എന്നുള്ള തോന്നുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരി കൊണ്ട് ചോദിച്ചു, അത് നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചു. എനിക്ക് കുഴപ്പമില്ല, ഞാൻ അതിനാണ്. പിന്നെ ഹ്യൂമറിൻ്റെ കാര്യം പിന്നെ പറയും വേണ്ട, കാരണം നമുക്ക് സരസ്വതമ്മയ്ക്ക് ഹ്യൂമർ മസ്റ്റായിട്ട് ഉള്ളതാണ്. അത് പിന്നെ ഏത് ഫാമിലിയിൽ നിന്നാണ് വരുന്നതെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ടായിരുന്നില്ല. ചേച്ചിക്ക് ഇനി ശബ്ദം ഇത്രയും യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ അതങ്ങനെ പുറത്ത് കേൾപ്പിക്കാൻ, അത് ത്രൂ ഔട്ടാണല്ലോ റോള്. അപ്പോൾ അതൊന്നുമില്ല, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും കലച്ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര എനിക്ക് ഇനിയും കലച്ചേച്ചിയുടെ പരിപാടികളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് മോഹിനിയാട്ടത്തിലോട്ട് എത്തിയപ്പോൾ അത് പുള്ളിക്കാരിയെ ഒന്നുകൂടിയും കയറിയുണ്ട് പുള്ളിക്കാരുടെ ക്യാരക്ടർ. എന്നുവെച്ചാൽ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ ഇങ്ങനെ തോന്നും. കാരണം അതിൽ തന്നെ ഇപ്പോൾ ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ളത് അറിയാം. പക്ഷേ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ സെക്കൻഡ് വാച്ച് തേർഡ് വാച്ചിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഡയലോഗുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പുള്ളിക്കാരനെ നോക്കി അവിടെ എന്തെങ്കിലും അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും ഞാൻ ലേറ്റസ്റ്റ് തിയേറ്ററിൽ പോയപ്പോൾ ചേച്ചി അവിടെ അങ്ങനെ ഇട്ടിട്ടുണ്ട്, എത്രയോ വട്ടം ഞാൻ എഡിറ്റിലിരുന്നിട്ടുള്ള. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ടാലൻ്റ് എന്ന് പറയുന്നത്, റിയൽ ടാലൻ്റ് എന്നൊക്കെ പറയുന്ന പരിപാടി അങ്ങനെ സംഭവിക്കുന്നത്. അതും ആ മീറ്ററിന്ന് മാറത്തുമില്ല. നമുക്ക് ചേച്ചിയുടെ അടുത്ത് ചേച്ചി അതൊന്ന് കുറയ്ക്കാം, മറ്റേ ഓവറാണെന്നോ അങ്ങനെയൊന്നും പറയണമെന്നില്ല. നമ്മൾ പറഞ്ഞ് ഫസ്റ്റത്തെ ഒരു നറേഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ അങ്ങ് പൊക്കോളും. അത് കലചേച്ചി മാത്രമല്ല, നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റിലാണെന്നുണ്ടെങ്കിലും നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അവർ പിടിച്ച് തിരിച്ചിട്ടാൽ മതി. നേരത്തെ പറഞ്ഞ ബൗണ്ടറി വിട്ടിട്ട് പോകുന്നുണ്ടെന്ന് തോന്നിയാൽ മാത്രം ഒന്ന് പിടിച്ചിട്ടാൽ മതി. ബാക്കിയൊക്കെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തോളൂ എല്ലാവരും. അതിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ട്വിൻസ് ഉൾപ്പെടെ അങ്ങനെയായിരുന്നു. അതെനിക്ക് കിട്ടിയ ഭാഗ്യ. ആ ട്വിൻസ് അവരെങ്ങനെയാ സെറ്റ് കാസ്റ്റ് ചെയ്തത്? അത് ഭരതനാട്യം ഷൂട്ടിന് 3-4 ദിവസം മുന്നേ വരെ കിട്ടിയത്. അതുവരെ നമ്മൾ വേറെ ട്വിൻസിനെ വെച്ചിട്ടാണ് നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുത്തതും കാര്യങ്ങളൊക്കെ. പക്ഷേ നമുക്ക് ആ ഏജിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള പിള്ളേരെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. കാരണം നമ്മൾ ഷോർട്ട് ടൈമിലാണ് ഒന്നാമത് നമ്മൾ കാസ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. പിന്നെ ട്വിൻസ് തന്നെ ആവാം, മറ്റേ ഡബിൾ റോൾ പരിപാടി വേണ്ട എന്നുള്ളതും തീരുമാനിച്ചിരുന്നു. അപ്പോൾ
കിട്ടുന്നതൊക്കെ ഒന്നില്ലെങ്കിൽ ഭയങ്കര കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ഒരു 35+ തോന്നിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ ഒരു ഏജ് കാറ്റഗറിയിൽ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെയാണ് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന 2 പേരെ കിട്ടി, അവരെ പിടിച്ചുകൊണ്ട് വന്ന് ട്രെയിനിങ് കൊടുത്തു നോക്കി. പക്ഷെ അത് ഷൂട്ടൊക്കെ അടുക്കും തോറും നമുക്കും ടെൻഷൻ കൂടാൻ തുടങ്ങി, അവർക്കും പേടിയാവാൻ തുടങ്ങി. അപ്പോൾ അവരെ നമുക്ക് കറക്റ്റായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുപോയി നിർത്താൻ നമുക്കും പേടിയായി, അവർക്കും തീരെ കോൺഫിഡൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ നമ്മളതൊന്ന് മാറി. പിന്നെ എന്ത് ചെയ്യുന്ന ഇവരെ ഞാൻ മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ പടത്തിൻ്റെ ഡബിന് ഞാൻ പോയ സമയത്ത് അവിടെ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട് ഈ രണ്ടെണ്ണത്തിന്. ഇവർ രണ്ടുപേരും ഒരു സീനിൽ അഭിനയിച്ച് പോയിട്ടുണ്ടായിരുന്നു. ആ സിനിമ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെ ആ വഴി ഒന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് ഇവർ ഇത് അഭിനയിക്കില്ലെന്ന് പോലും നമുക്ക് അറിയുന്നില്ല. പക്ഷെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ ആ ഒരു സീനിൽ ഒരു ക്യാരംസ് കളിക്കുന്നൊരു പരിപാടി മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വിളിച്ചുകൊണ്ട് വന്നു. നമ്മൾ പിന്നെ അധികം സമയം വരുമ്പോഴേ അറിയാം ഇവന്മാരെ വെച്ച് തന്നെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല എന്നുള്ളത് അറിയാം. നമ്മളതുകൊണ്ട് പകുതി ഉറപ്പിച്ചിട്ട് എങ്ങനെങ്കിലും ചെയ്യിപ്പിച്ചെടുത്തേ വെക്കൂ എന്നുള്ളത്. വന്നു ചെയ്യിപ്പിച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 2 പേർക്കും 2 സീൻ വെച്ച് കൊടുത്തു. എന്നിട്ട് നീ അരുൺ ഘോഷ് നീ അജയ് ഘോഷ് ഒന്നു എന്നും പറഞ്ഞിട്ട് പിടിച്ചോണ്ട് വരികയാണ് ചെയ്തത്. പിന്നെ ഇവർക്കാണെങ്കിൽ ഒന്നിനോടൊരു പേടിയില്ല, ഒരു കൂസും ഇല്ലാത്ത 2 സിനിമയെ കുറിച്ചും കാര്യമായിട്ട് ഒന്നും അറിയില്ല, സിനിമകൾ കാണുന്നത് വളരെ കുറവ്. അപ്പോൾ നമുക്കൊക്കെ സായി ചേട്ടൻ്റെ മുന്നിലൊക്കെ എങ്ങനെ അവരെ കൊണ്ട് നിർത്തും എന്നുള്ളത് നമുക്ക് ടെൻഷൻ. കാരണം പുള്ളി അവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെ നിന്ന് പെർഫോം ചെയ്യണ്ടേ. മറ്റേ ആർട്ടകളൊക്കെ അതൊന്നും പ്രശ്നമായിരുന്നു. ഇവർക്ക് സായി ചേട്ടനെ ഒരു നമ്മളിങ്ങനെ പേടിച്ച് ചേട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് സായി കുമാറാണ്, നീ ഇത് എന്താണ് ഈ കിടന്ന് കാണിക്കരുത് എന്ന്. അങ്ങനത്തെ ഒരു പേടിയില്ലാത്തമാരാ 2 അവരുടെ പേടിയില്ലാത്തതാണ് അവരുടെ ഏറ്റവും വലിയ പ്ലസ്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈജു കുറുപ്പ് നമ്മുടെ സൈചേട്ടന് ഭയങ്കര പേഴ്സണലി കണക്ട് ആവുന്ന സിനിമയാണ് ഈ പറഞ്ഞ ഭരതനാട്യം. അതുപോലെ ഇതിപ്പോൾ റീസെന്റ് നമ്മൾ കണ്ടൊരു പ്രസ് മീറ്റിലിരുന്ന് സൈചേട്ടൻ ഭയങ്കര ഇമോഷണൽ ആയതൊക്കെ, അത്രയും പുള്ളി ഇൻവോൾവ് ആയിരുന്നല്ലേ പടത്തിലേക്ക്. പിന്നെ പുള്ളിയും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഒരു നല്ല ഓപ്പണിംഗ് ഒക്കെ കിട്ടുന്ന ഒരു പടം. പുള്ളി ഹീറോ ലീഡ് ചെയ്യുന്നൊരു പടത്തിന്, പിന്നെ പ്രൊഡ്യൂസറാണ് ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്കൊരു റിലീസ് ഡേ തൊട്ട് ഇപ്പം ഇങ്ങോട്ടേക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. പക്ഷെ അത് അച്ഛനെ കുറിച്ച് എപ്പോഴും പറയാറില്ല സൈജോട്ടൻ. അച്ഛൻ അങ്ങനെയാണ്, അച്ഛനിതിപ്പോൾ എൻ്റെ അടുത്തില്ല, ഇത് കാണാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ പുള്ളി അത് അങ്ങനെ കയ്യിൽ നിന്ന് പോയതാണ്. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മളോട് സംസാരിച്ചതിൽ. എത്രയും പെട്ടെന്ന് അടുത്ത പടം സെറ്റ് ആവട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം. താങ്ക് യു.